കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പളനിയിൽ പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ ആയിരുന്നു കേട്ടോ നിർത്തിയിരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ അറ്റങ്കര പള്ളി വരെ പോകാണേ. നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ അറ്റങ്കര പോയത്. ഈ യാത്രയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് നൊസ്റ്റ് അടിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. കാരണം ഞാൻ പഠിച്ചത് നാഗർകോവിലുള്ള ഉദയ കോളേജിലാണ്. നമ്മൾ അറ്റങ്കര പോണത് നാഗർകോവിൽ ടച്ച് ചെയ്തായതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ എന്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോകുക തന്നെയാണ് കേട്ടോ ചെയ്തത്. കുറെ കഥകളൊക്കെ എന്തായാലും ഞാൻ ഇവരോടെല്ലാം പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ എന്തായാലും നമ്മുടെ ജാനു ഉറക്കത്തിൽ നേടിയിട്ടുണ്ട് എന്റെ കഥയൊക്കെ കേട്ടിട്ട്. വേണ്ട ആള് സ്കിന്നൊക്കെ ഡ്രൈ ആയെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രീമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആളുടെ ബ്രൂട്ടീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അറ്റങ്കര എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്നത് നല്ല സമയമായിരുന്നു കേട്ടോ. നല്ല വെയിലുള്ള സമയം എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്കായിരുന്നു കേട്ടോ ചെന്നത്. നമുക്കിവിടെ പള്ളിയിൽ ഒരു ആടിനെ നേർച്ച കൊടുക്കാന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നത്. നാട്ടിൽ നിന്ന് ഒരു ആടിനെ വാങ്ങിച്ച് ഇത്ര ദൂരം കൊണ്ടുവരുന്നത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന ഒരു ആടിനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളി ഇതിനെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കഴുത്തിൽ ഒരു മാല ഇട്ടിട്ട് നമ്മൾ അവിടെ ദാണ്ട നേർച്ച കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് പോയത് കന്യാകുമാരിക്കാണ് കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറി ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഈ 2 സീറ്റ് കിട്ടിയത്. ഈ ക്യൂ നിന്നത് ഇത്ര വൃത്തികെട്ട ഫുഡ് കഴിക്കാനെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും വിശപ്പ് കൊണ്ട് ഒരു ശകലമൊക്കെ വാരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് കുറെ നേരം നമ്മൾ ദാണ്ട് ഈ ബീച്ച് സൈഡിൽ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഔട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അഥവാ ഒരു ഔട്ടിംഗ് വീണ് കിട്ടിയ നമ്മൾ ഫ്രണ്ട്സ് എല്ലായിട്ട് ആദ്യം വരുന്നത് കന്യാകുമാരിക്കാണ്. എന്നൊക്കെ ഈ ബോട്ടിൽ കയറിയിട്ട് നേരെ നമ്മൾ വിവേകാനന്ദ പാറയിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് പോകാനുള്ള ധൈര്യം ഇല്ലായിരുന്നേ. കാരണം ദൂരെ നിന്ന് ഈ ബോട്ടിന്റെ ആ ഒരു മൂവ്മെന്റ് കണ്ടപ്പോഴും അത്യാവശ്യം നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതൊക്കെ ഞാൻ വന്നിട്ടില്ല. അപ്പൊ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുമായിട്ടുള്ള ആ ബോട്ടിൽ പോകാനായിട്ട് എന്തോ ഒരു പേടി പോലൊക്കെ കാണിച്ചുകൊണ്ട് ഞാനും പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ. വാശി പിടിക്കാനും നിന്നില്ല. ഇതിനിടയ്ക്ക് ജാനോട്ടിന്റെ കൊച്ചയെ കൊണ്ടുപോയി ജാനോട്ടിന്റെ ബീച്ചിലൊക്കെ ഒന്ന് കാലൊക്കെ നനച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ ദാണ്ട് സൺസെറ്റ് കാണാനായിട്ട് പോയി. കുറച്ച് നേരത്തെ അവിടെ എത്തിയോണ്ട് തന്നെ അസ്തമയത്തിന് നല്ല സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതുവരെ ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ പുള്ളി വന്നത്. അങ്ങനെ നമ്മൾ പുള്ളിയുടെ തത്തെ കൊണ്ട് 2 കാടൊക്കെ എടുപ്പിച്ചൊക്കെ നോക്കിയിട്ടോ. കുറച്ചൊക്കെ കാര്യങ്ങൾ സത്യം പോലെ എനിക്ക് തോന്നി. ബാക്കി എല്ലാവരോടും ഒരുപോലെ പറയുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ എന്തായാലും സമയമൊക്കെ പോയി ദാണ്ട നല്ല അസ്തമയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അസ്തമയൊക്കെ കാണാൻ പറ്റി. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോയത് നമ്മളുടെ ചീനിയും മീനും കഴിക്കാനാണ്. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ ശരിക്കും മറന്നു പോയിട്ട് അതിന്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെ ആവാൻ നേരത്താണ് കേട്ടോ. അയ്യോ വീഡിയോ എടുത്തില്ലെന്ന് ഓർത്തത്. പോട്ടെ, ഒരു അബദ്ധം ആർക്കും പറ്റും. അങ്ങനെ എന്തായാലും നമ്മൾ കന്യാകുമാരിക്ക് ടാറ്റ പറയിട്ട് നമ്മൾ തിരിച്ചു പോവാണേ. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. നമ്മൾ പോണ വഴിക്ക് കുറെ ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിലൊക്കെ ഇതുപോലെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇതിനുള്ളിൽ നടന്നൊരു കോമഡി കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ തമിഴ്നാട്ടിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ള ഓവർടേക്കിംഗ്. പക്ഷെ നമ്മുടെ KSRTC ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പോയി ചേട്ടൻ അറിയില്ലല്ലോ ആരെയാണ് ഈ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന്. എന്തായാലും പുള്ളി അവിടെ കുടുങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നേരെ വിഴിഞ്ഞം എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം വന്ന സ്ഥിതിക്ക് വിഴിഞ്ഞം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും പ്രോട്ടീൻ കഴിക്കാതെ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. യാത്രയിൽ ഇപ്പോഴായിരുന്നു കേട്ടോ നമുക്ക് നല്ല ഫുഡ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.